മോദി ഒരിക്കൽ കൂടി സോഷ്യൽ മീഡിയയിലെ ട്രോൾ ചിത്രങ്ങളുടെ താരമാകുമ്പോൾ അതിന് സവിശേഷതകൾ ഏറെയാണെന്നത് കൗതുകമുണർത്തുന്നു. ഫോട്ടോഷോപ്പിൽ നിന്നും എതിരാളികളെ ഞെട്ടിച്ചിട്ടുള്ള മോദി ഇത്തവണ മറ്റൊരത്ഭുതമാണ് തീർത്തിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന അർദ്ധ കുംഭമേളയിൽ പങ്കുകൊണ്ട് നരേന്ദ്രമോദി ഗംഗയിൽ മുങ്ങി നിവരുന്നതാണെന്ന പേരിൽ ഫേസ്ബുക്കിൽ ചിത്രം പ്രചരിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ദിവസമാണ്. മണിക്കൂറുകൾക്കുള്ളിൽ അത് വൈറലുമായി. മോദി അനുകൂല ഫേസ്ബുക്ക് പേജായ വി സപ്പോർട്ട് നാഷണലിസത്തിലാണ് ചിത്രം ആദ്യമായി വന്നത്. സത്യത്തിൽ കുംഭമേള നടക്കുന്ന പ്രയാഗിലേക്ക് മോദി പോയിട്ടില്ല. പിന്നെ എങ്ങനെ ഈ ചിത്രം എന്ന അന്വേഷണമാണ് ഫേസ്ബുക്ക് കുറ്റാന്വേഷകരെ 15 വർഷം പിന്നിലേക്ക് നയിച്ചത്. 2004 മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ നടന്ന ഉജ്ജയിൻ സിംഹസ്ത എന്ന ആഘോഷത്തിൽ പങ്കെടുത്ത മോദിയുടെ ചിത്രമാണ് ഗംഗാ സ്നാനം എന്ന രീതിയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. 12 വർഷത്തിലൊരിക്കലാണ് ഉജ്ജയിനിയിലെ ക്ഷിപ്ര നദീ തീരത്ത് സിംഹസ്ത ആഘോഷം നടക്കുന്നത്. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെയാണ് ഈ ആഘോഷത്തിൽ പങ്കെടുത്തത്. ഗൂഗിളിന്റെ റിവേഴ്സ് ഇമേജ് സെർച്ച് എന്ന സംവിധാനം ഉപയോഗിച്ചാണ് ഉജ്ജയിനിയിൽ മുങ്ങി ഗംഗയിൽ പൊങ്ങിയ മോദി മാജിക് ഫേസ്ബുക്ക് കുറ്റാന്വേഷകർ പൊളിച്ചടുക്കിയത്. പക്ഷേ ഈ സത്യമൊന്നും മോദി ഭക്തർക്ക് പ്രശ്നമല്ല. കുംഭമേളയിൽ പങ്കെടുത്ത മോദിയെ പുകഴ്ത്തിക്കൊണ്ട് 100 കണക്കിന് പേരാണ് ലൈക്കും കമന്റും ഷെയറുമായി കടന്നു വന്നിരിക്കുന്നത്. മോദി ആറ്റിൽ മുങ്ങുന്ന പടം കണ്ടതിന്റെ പേരിൽ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അഭിമാനം കൊള്ളുന്നവരെ പോലും കൂട്ടത്തിൽ കാണാം. മോദി രണ്ടാമതും പ്രധാനമന്ത്രി പദവിയിലെത്താൻ ഇത് കാരണമാകുമെന്ന് ഉറപ്പിക്കുന്നവരെയും കാണാം. ഇന്ത്യയിലെമ്പാടുമുള്ള നമോ സേനകൾ ഈ ചിത്രങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. തങ്ങൾ പ്രചരിപ്പിക്കുന്ന ചിത്രം 15 വർഷം മുമ്പ് നരേന്ദ്രമോദി ഗുജറാത്ത് പ്രധാനമന്ത്രിയായിരുന്ന കാലത്തുള്ളതാണെന്ന് മാധ്യമങ്ങൾ വിളിച്ചു പറയുന്നത് മോദി ഭക്തർ അവഗണിക്കുന്നുവെങ്കിലും അതിനെ ട്രോളർമാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന 10 വർഷം ചലഞ്ചിനെ പരാജയപ്പെടുത്താൻ മോദി ബോധപൂർവം ഇടപെട്ടതാണെന്നാണ് ട്രോളുകൾ പറയുന്നത്. മോദി 15 വർഷം ചെറുപ്പത്തിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഈ ആഴ്ച തന്നെ പല പ്രാവശ്യം മോദി പരിഹാസ കഥാപാത്രമായി കഴിഞ്ഞു. ആരോരും അറിയാതെ അന്താരാഷ്ട്ര പുരസ്കാരം എന്ന പേരിൽ ഫിലിപ്പ് കോട്ട്ലർ പ്രസിഡൻഷ്യൽ പുരസ്കാരം മോദിക്ക് നൽകിയതിന്റെ പേരിലായിരുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ ട്രോളർമാർ കുടഞ്ഞത്. കൊടുത്തതാരെന്നും സംഘടിപ്പിച്ചതാരെന്നും ഇപ്പോഴും അതിന്റെ പേരിൽ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് പുതിയ മുങ്ങിപ്പൊങ്ങലുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വീണ്ടും തൊണ്ടിയോടെ പിടിക്കപ്പെടുന്നത്. കാര്യം കള്ളത്തരം കൈയോടെ പിടിച്ചതാണെങ്കിലും ഇതൊക്കെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുമ്പിൽ നിൽക്കാനുള്ള BJPയുടെ അടവാണെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. മണ്ടന്മാരായ ഇന്ത്യക്കാർക്ക് സത്യമോ വ്യാജമോ എന്നത് പ്രശ്നമല്ലെന്നും എന്തിന്റെയെങ്കിലും പേരിൽ കളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് പ്രധാനമെന്നും BJP വിശ്വസിക്കുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് അവർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.